രണ്ട് സെറ്റപ്പായിട്ട് എടുത്താൽ ചേച്ചി ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി? ഭയങ്കര രസമായിട്ടുള്ള മൂവി. നമ്മൾ ത്രൂ ഔട്ട് നമുക്ക് ചിരിക്കാനുള്ള കുറേ എലമെന്റ്സ് ഉണ്ട്. ആൻഡ് നമ്മൾ മലയാളത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് അത്. എബ്രി ഷൈൻ സാറിന് പ്രത്യേകം കൺഗ്രാറ്റുലേഷൻസ് പറയുന്ന ഹോൾ ടീമിൽ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ഇതിപ്പോൾ ഇതിൽ ഒരുപാട് അഡൽട്ട് കോമഡി വരുന്നുണ്ട്, ഇല്ലെങ്കിൽ കുറേ അഡൽട്ടറി ആയിട്ട് സബ്ജക്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. സോ എല്ലാവരും ചോദിക്കുന്നത് ഫാമിലി ഓഡിയൻസിന് അക്സെപ്റ്റബിൾ ആണോ എന്നാണ്. അതുകൊണ്ടാണല്ലോ മൂവിക്ക് എ സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കറിയാം ഏത് സിനിമ നിങ്ങൾ കാണണം എന്നുള്ളത് പ്രേക്ഷകന്റെ ഒരു ഡിസിഷനാണ്. എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സിനൊക്കെ ഭയങ്കര ഒരു സുഹൃത്തുക്കളോടൊക്കെ ഒപ്പം വന്നിരുന്ന് കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു വൈബുള്ള ഒരു മൂവി തന്നെ ആയിരിക്കും. ഇപ്പോൾ എബ്രിഷ്യൻ മൂവികളിൽ എപ്പോഴും കാണുന്നത് ഒരു നാച്ചുറൽ ലൈഫ് എങ്ങനെയാണോ അങ്ങനെയായിരിക്കും എബ്രിഷ്യൻ മൂവീസ് എപ്പോഴും പോർട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്പാ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ സ്പാ അല്ലെങ്കിൽ ഹാപ്പി എൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് ന്യൂസുകളിലായാലും ഇതിലും കാണുന്നതാണ്. അപ്പോൾ അത് എത്രത്തോളം റോ ആയിട്ടാണ് ഈ ഒരു സിനിമയിൽ പോർട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ പറയാൻ അറിയില്ല, ബിക്കോസ് സ്പായിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. ബട്ട് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു എബ്രി ഷൈൻ സാർ ഒരു സിനിമ എടുക്കുമ്പം അദ്ദേഹം അതിനെ ഏറ്റവും കൂടുതൽ ഒതൻറ്റിക് ആയിട്ടും പിന്നെ ഒത്തിരി പഠിച്ചും റിസർച്ച് ചെയ്തും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈവൻ ഞങ്ങൾ റേച്ചൽ ചെയ്യുന്ന സമയത്ത് ആനന്ദിനെയാണ് മൂവി ചെയ്തിരിക്കുന്നത്. എബ്രി ഷൈൻ സാർ അതിൻ്റെ വലിയൊരു ഗൈഡൻസ് ആയിട്ട് ഞങ്ങൾ ഒപ്പം ഉള്ള ഒരാളായിരുന്നു. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിലും എനിക്ക് തോന്നുന്നു ആ ഒരു റിസർച്ചും ആ ഒരു പഠനവും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഒതൻറ്റിക് ആയിട്ടാണ് സീൻസ് ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഡയലോഗ്സ് ആയാലും ഇങ്ങനെ തന്നെ ആയിരിക്കാം അവിടെ ആളുകൾ ബിഹേവ് ചെയ്യുന്നത്, എനിക്കറിയില്ല. സോ എനിവേ ഭയങ്കര ഒരു ഫണ്ണായിരുന്നു, ഒരു ഭയങ്കര പക്ക ഒരു ഹ്യൂമർ, ഒരു പക്ക ഒരു എൻ്റർടൈനർ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട്